ഹലോ ഗായ്സ്, നമുക്ക് അരിനെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടത് അരിനെല്ലിക്ക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, കായപ്പൊടി. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് താളിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നല്ലോണം ഒരു ബ്രൗൺ കളറാവണ വരെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. അതും നല്ലോണം ഒന്ന് മിക്സാക്കുക. അതിനുശേഷം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിനെല്ലിക്ക ആഡ് ചെയ്യാം. ഞാൻ ഉപ്പിലിട്ട അരിനെല്ലിക്കയാണ് കേട്ടോ എടുക്കുന്നത്. ഉപ്പിലിട്ട് ഒരാഴ്ച ഇട്ട് വെച്ചിട്ട് ആ അരിനെല്ലിക്കയാണ് ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം ഉപ്പ് ആവശ്യമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്യുക. ഉപ്പിലിട്ട അരിനെല്ലിക്ക ആയതുകൊണ്ട് കുറച്ച് മതി. അതിനുശേഷം വിനാഗിരി ഒഴിക്കാം. ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കി നോക്കിയത്. എനിക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ.